പ്രിയപ്പെട്ട പ്രേക്ഷകരും നമുക്കൊപ്പം വളരെ ആവേശത്തോടെ ചേരുന്നുണ്ട്. പല ആളുകളും രാഷ്ട്രീയ നിലപാടെടുത്ത് നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കമന്റുകളൊക്കെ ഇട്ടു തുടങ്ങി. പറയൂ ആഷ്മി, പറയൂ. ഉറപ്പായും എസ്കെൻ രാഷ്ട്രീയ നിലപാടുകളുടെ സമയമാണ്. അതായത് പ്രവർത്തകർക്ക് ഇപ്പോൾ പ്രവർത്തന വീര്യം കൂടുന്ന സമയമാണ്. എസ്കെൻ പാലക്കാട് കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോകുന്നു. എസ്കെൻ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്പസമയത്തിനും പി സരിൻ, കൃഷ്ണകുമാർ 3 സ്ഥാനാർത്ഥികൾ കൂടി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇതൊരു ആവേശത്തിന്റെ പെരുങ്കടലായി മാറും. ഇപ്പോൾ തന്നെ വിവിധ പാർട്ടിയോട് അവരുടെ യാത്ര എവിടെ വരെയായി? ഏതാണ്ട് സംഗമിക്കാറായോ? രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാറും അല്ലെ ഇങ്ങനെ ഒഴുകി സംഗമവേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന റോഡ് ഷോ അതത് കേന്ദ്രങ്ങളിൽ തുടങ്ങി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര തുടരുകയാണ്. യഥാർത്ഥത്തിൽ നേതാക്കന്മാരെ അകമ്പടിയോടെ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ ഈ റോഡ് ഷോയുടെ ചൂടും ചൂരും, ഈ കൊട്ടിക്കലാശത്തിന്റെ മുഴുവൻ ആവേശവും പ്രേക്ഷകരിലേക്ക് പകർത്താൻ 24 ടീം സജ്ജമാണ് പാലക്കാട്ട്. സ്റ്റുഡിയോയിൽ ഞങ്ങളുണ്ട്. ഞാനും കെ ആർ ഗോപികൃഷ്ണനും എസ് വിജയകുമാറും പ്രേക്ഷകർക്കൊപ്പം ചേരും. ഓക്കെ, പറയൂ ആഷ്മി, പറയൂ. തലയെടുപ്പോടെ നിൽക്കുന്നല്ലോ ആഷ്മി, നീല പ്രേക്ഷകർ പറയുന്നുണ്ട്. തലതൊട്ടപ്പാ പറയൂ. ഇവിടെ ആവേശം അങ്ങനെ അടിവച്ചടിച്ച് കയറുകയാണ് അങ്ങോട്ടേക്ക്. അല്പസമയത്തിനകം ഇവിടെ പൂഴി വാരിയിട്ടാൽ വീഴാത്തത്ര വലിയ ജനമഹാസമുദ്രം ഉണ്ടാകാൻ പോകുന്നു. എസ്കേൻ ഇവിടെ നേരത്തെ 2 മണി മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. ഇവിടെ ചെറിയ റാലികളായി വന്ന് ഇപ്പോൾ തന്നെ ഇവിടെ കൊട്ടിക്കലാശം ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആവേശത്തോടെ നിൽക്കാൻ ജയിക്കുക. എന്താ ലാസ്റ്റ് പ്രതീക്ഷ? രാഹുൽ മാങ്കൂട്ടത്തിലെ 15,000 പാലക്കാട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അങ്ങനെയാണെന്നുള്ള ആവേശകരമായ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൂഴിയിട്ടാൽ വീഴാൻ കഴിയാത്തത്ര രീതിയിൽ ആളുകൾ അവിടെ സംഗമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിജയകുമാർ, ആഷ്മി താജ് ഇബ്രാഹിമിനെ നമ്മുടെ ആൾക്കൂട്ടത്തിൽ നിന്ന് നടുവിൽ നഷ്ടപ്പെട്ടു പോയെന്ന് സംശയമുണ്ട്. ആഷ്മി, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ മന്ത്രി എം.ബി. രാജേഷിന്റെ നേതൃത്വത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, ജില്ലാ സെക്രട്ടറി, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട CPM ഇടത് നേതാക്കൾ, LDF നേതാക്കൾ ആകെ സ്ഥാനാർത്ഥി പി സരിനൊപ്പമുണ്ട്. അവരൊരു പദയാത്രയായി പാലക്കാട് ടൗണിലേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് BJPയുടെ നേതൃത്വത്തിൽ അവിടെ BJP സ്ഥാനാർത്ഥി, അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ, അവരെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണും. രാഹുൽ മാങ്കൂട്ടത്തിൽ, സന്ദീപ് വാര്യർ, അവിടെ രമേശ് പിഷാരടിയൊക്കെ ആ വാഹനത്തിലുണ്ട്. മുനവർലി തങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന്റെയും LDFന്റെയും BJPയുടെയും റോഡ് ഷോകൾ പാലക്കാട് ടൗണിലെ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങുകയാണ്. ഇവിടെ LDF നേതാക്കളൊക്കെ ഒരു പദയാത്ര കണക്കെ നടന്നു വരികയാണ്. ജില്ലാ സെക്രട്ടറി ഉണ്ട്. അത് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന തരത്തിൽ ആ റോഡ് ഷോയുടെ ഭാഗമാവുകയാണ്. ഇവിടെ ചെണ്ടമേളം ഇങ്ങനെ പൊടിക്കുന്നുണ്ട്. അവിടെ ഓരോ പാർട്ടികൾക്കും ഓരോ മുന്നണികൾക്കും അവർക്ക് ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളിൽ മാത്രമാണ് ഇന്ന് റോഡ് ഷോയ്ക്ക് ഈ പരസ്യ പ്രചാരണം കലാശക്കൊണ്ടിന്റെ സമയത്ത് അനുമതി നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകരുത് എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച് അവരെ വിലക്കിയിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്. അത് ഭേദിക്കാൻ ശ്രമിച്ചാൽ പോലീസിന് നടപടി എടുക്കേണ്ടി വരുമെന്നതൊരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെ പോലീസ് അവിടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം. ആ പോരാട്ടത്തിന്റെ മുഴുവൻ വീറും വാശിയിലെ കലാശക്കൊണ്ടിന്റെ സമയത്തുമുണ്ട്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമാണ് ഈ കലാശക്കൊട്ടും ആ സമയത്തെ ഈ റോഡ് ഷോയും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മന്ത്രി എം.ബി. രാജേഷ്, CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി സരിൻ, CPI ജില്ലാ സെക്രട്ടറി AK ബാലൻ, അങ്ങനെ മുഴുവൻ ഇടതു നേതാക്കളെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. BJP സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, പാലക്കാട് നഗരസഭാ അധ്യക്ഷ തുടങ്ങിയ BJP നേതാക്കൾ, ഇവിടെ ഡോക്ടർ പി സരിനൊപ്പം നേതാക്കൾ, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കോൺഗ്രസിന്റെയും UDFന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ. ഈ പ്രകടനം റോഡ് ഷോ ഇങ്ങനെ പാലക്കാട് നഗരത്തിലേക്ക് എത്തുകയാണ്. നഗരം നിറഞ്ഞ് കവിഞ്ഞ് ജനസഞ്ചയം. അവിടെ ബസ് സ്റ്റാൻഡ് നിമിഷങ്ങൾക്ക് ജനസാഗരമാകാം. മേളം പെരുത്തു തുടങ്ങി വിജയകുമാർ. മേളം പെരുത്തു. വിജയകുമാറിന്റെ മേളക്കാരനാണ് അല്ലേ? മേളം പെരുത്തു. വിജയകുമാറിന് ആവേശം കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ 4 സ്പോട്ടുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. UDFന്റെയും LDFന്റെയും NDAയുടെയും വലിയ ജനക്കൂട്ടം ഇപ്പോൾ സംഗമവേദിയിൽ സംഗമിച്ചു കഴിഞ്ഞാൽ പൂഴിയിട്ടാൽ വീഴാത്തത്ര ജനസാഗരമായി പാലക്കാട് മാറാൻ പോകുന്നു. പാലക്കാട്ടെ കോട്ട ആര് പിടിക്കും എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 3
മുന്നണികളുടെയും സമുന്നതരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വലിയ വിശാലമായ പാലക്കാടിന്റെ കോട്ട പിടിക്കണമെന്നുള്ള ആവേശത്തിൽ ഈ കൊട്ടിക്കലാശം കത്തിക്കയറാൻ പോകുന്നത്. അശ്വിൻ ബാലാഴി UDF ക്യാമ്പിലുണ്ട്. അശ്വിന് ഇവരുടെയൊക്കെ പ്രതികരണം എടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ എന്ന് എനിക്കറിയില്ല. UDFന്റെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ട് ആ വാഹനത്തിൽ. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും ഈ ഒലവക്കോട് നിന്ന് ആരംഭിച്ച UDFന്റെ റോഡ് ഷോ ഇപ്പോൾ സെൻട്രലിലേക്ക്, ടൗൺ സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ടിപ്പോൾ ഉള്ളത്. അതിനൊപ്പം തന്നെ രമേശ് പിഷാരടി അടക്കമുള്ള താരപ്രചാരകരും ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവസാനത്തെ പ്രതീക്ഷ? ഒരു 15,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ഇവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും CPM 3-ാം സ്ഥാനത്തായിരുന്നു, കൃഷ്ണദാസ് 3-ാം സ്ഥാനത്തായിരുന്നു, വിജയരാഘവൻ 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപമാനിച്ചതടക്കമുള്ള വിഷയങ്ങൾ അവസാനം വന്നതോടുകൂടി കൃഷ്ണദാസിൻ്റെയും വിജയരാഘവനേക്കാൾ മോശപ്പെട്ട ഒരു പ്രകടനത്തിൽ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോകും. ഞങ്ങൾ 15,000-നും 20,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സന്ദീപ് വാര്യർ പങ്കെടുത്ത ആദ്യ പരിപാടിയിൽ അങ്ങ് പാടിയ പാട്ട് നാടിൻ നന്മകനെ പൊന്മകനെ എന്നുള്ളതായിരുന്നു. അതെ, സ്വീകരിച്ചുകൊണ്ട് പാടിയതാണോ? തീർച്ചയായും നാട്ടിൻ്റെ എല്ലാ നന്മകന്മാരെയും ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇനി ആളുകൾ വരുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ സർപ്രൈസുകളാണ് UDF ക്യാമ്പിൽ? തീർച്ചയായും 2026-ൽ ഞങ്ങൾ അധികാരത്തിൽ വരും. അതിനു മുമ്പ് ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെയും വരും.